ഈശോ മിശിഹായെ ഞങ്ങളങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഈശോയിൽ പ്രിയപ്പെട്ട സൗരങ്ങളെ, പുതിയൊരു മാസത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നു. കുരിശിൻ്റെ വഴി പ്രാർത്ഥനയുടെ ഈ ചിന്തകളുടെയൊക്കെ 11ാമത്തെ സ്റ്റേഷനിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. നമുക്കറിയാവുന്നതുപോലെ വളരെ അധികം നമ്മളെ വേദനിപ്പിക്കുന്ന, തീർച്ചയായിട്ടും ആത്മീയമായിട്ടും ഒപ്പം ദൈവശാസ്ത്രപരമായിട്ടൊക്കെ ചിന്തിച്ചാൽ നമ്മുടെ രക്ഷയ്ക്കൊക്കെ കാരണമായൊരു വലിയ വേദനയായിരുന്നു. എങ്കിലും ഈശോയെ കുരിശിൽ തറയ്ക്കുന്ന 11ാമത്തെ ഒരു സ്ഥലത്തേക്ക് നമ്മൾ കിടക്കുക. നമ്മൾ ഈ സീനുകളൊക്കെ കണ്ടിട്ടില്ലേ? തീർച്ചയായിട്ടും നിങ്ങൾ ഈ പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്നുള്ള സിനിമ കണ്ടിട്ടുണ്ടാവും. ഈ വർഷത്തെ നോമ്പുകാലത്തിലും അത് പല ചാനലുകളിൽ പല ലാംഗ്വേജുകളിലൊക്കെ വന്നിട്ടുണ്ടാവും. എവിടെയെങ്കിലൊക്കെ ഒരു ക്ലിപ്പ് അറ്റ്ലീസ്റ്റ് യൂട്യൂബിലെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഈശോയെ കുരിശിൽ തറയ്ക്കുന്ന, നിലത്ത് കിടത്തി കുരിശിൽ തറയ്ക്കുന്ന ഒരു സീന് എനിക്ക് തോന്നുന്നു, ഞാൻ ആദ്യമായിട്ട് ആ സിനിമ കണ്ട സമയത്ത് എൻ്റെ ചങ്ക് പിടിച്ച് ഒലച്ചു കളഞ്ഞ ഒരു മൊമെൻ്റ് ആയിരുന്നു അത്. ഒത്തിരി സീനുകൾ അതിനകത്ത് ബ്യൂട്ടിഫുള്ളായിട്ട് ഡെപ്പിക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാലും ഈ ഒരു സീന് നിങ്ങൾ ശ്രദ്ധിച്ചോ? കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ചങ്ക് പാടി പോവായിരിക്കും. ഈശോയെ ഇങ്ങനെ കുരിശിലോട്ട് കിടത്തുമ്പോൾ ഈ ആണിയുടെ ആ ഹോളിലേക്ക്, ആണി തറയ്ക്കാനുള്ള ആ ഒരു പഴുതിലേക്ക് കയ്യെത്തുന്നില്ലാത്തതുകൊണ്ട് ഈശോനെ ഇങ്ങനെ വലിച്ച് പറിച്ച് ആ സിനിമയിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഇങ്ങനെ വലിച്ചെടുത്തത് ഇവിടുന്ന് ഒരു ഷോൾഡർ തെന്നിപ്പോകുന്ന പോലത്തെ ഒരു സീനുണ്ട്. കാണുമ്പോൾ തന്നെ നമ്മുടെ ചങ്ക് പിടഞ്ഞു പോകും. അനുഭവിച്ച സങ്കടങ്ങൾ വലുത് എന്ന് നമ്മളൊക്കെ ചിന്തിക്കുമ്പോഴും എന്തോരം വലിയ യാതനകളിലൂടെ, സഹനങ്ങളിലൂടെയാണ് ഈശോ കടന്നുപോയത്. ഒറ്റ കാര്യം ഓർക്കേണ്ടത്, ഈ കുരിശിനോടെ പ്രാർത്ഥന 2-3 ദിവസത്തോളം തീരും. നമ്മൾ ഈസ്റ്റർ ആഘോഷിക്കും, നോമ്പുകാലം കഴിയും. എപ്പോഴും ഓർക്കേണ്ട ഇതാണ്, ഈശോ അനുഭവിച്ച ഓരോ വേദനയും എന്നോടുള്ള സ്നേഹത്തെ പ്രതി ആയിരുന്നു എന്നുള്ളൊരു ചിന്ത. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ ബലിയഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് ഈശോ പറഞ്ഞു. നമ്മളോട് ചിലപ്പോൾ അങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ടാകും. പക്ഷേ അത് കാണിച്ചു തന്നത് ഈശോ മാത്രമാണ്. സിയനായിലെ വിശുദ്ധ കാതറിൻ പറയുന്നൊരു കാര്യം എനിക്ക് തോന്നുന്നു, ഞാൻ എൻ്റെ സുവിശേഷ ജീവിതത്തിലൊക്കെ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് പറഞ്ഞ ഒരു കൊട്ടേഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ പറയുന്നുണ്ട്, ഈശോയെ കുരിശോട് ചേർത്ത് പിടിച്ചത് 3 ആണികളല്ല, നിന്നോടുള്ള സ്നേഹമാണ്. അതുകൊണ്ട് ഈശോ കരഞ്ഞോ, ഈശോ വാവിട്ട് നിലവിളിച്ചോ, എല്ലാം എന്നോടുള്ള സ്നേഹത്തെ പ്രതിയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ യോഹന്നാൻ 13 മുതൽ 17 വരെയുള്ള അധ്യായങ്ങൾ വായിക്കുന്നുണ്ടായിരിക്കും അല്ലെ? ഈ ദിവസം ഇന്ന് വചനം ഒന്ന് എടുക്കണം. ഈശോ അനുഭവിച്ച വേദനയെക്കുറിച്ചൊക്കെ, അനുഭവിക്കാണ്ടിരിക്കുന്ന വേദനയെക്കുറിച്ചൊക്കെ പഴയ നിയമത്തിൽ യേശയ്യാ പ്രവാചകനിലൂടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നമുക്കൊന്ന് ഒരുമിച്ച് വായിക്കാം. നിങ്ങളുടെ ബൈബിള് കയ്യിലുണ്ടെങ്കിൽ ഒന്ന് എടുക്കാവോ? യേശയ്യാ പ്രവാചന പുസ്തകത്തിൽ 53ാമത്തെ അധ്യായം, ഐസയ്യാ ചാപ്റ്റർ 53. നമ്മളൊരു കുറച്ച് വചനങ്ങൾ 53ാമത്തെ അധ്യായത്തിൽ 7 മുതൽ 12 വരെയുള്ള വാക്കുകൾ നമ്മൾ ഒരുമിച്ച് വായിക്കാൻ പോവാണ്. അല്പസമയം എടുക്കും. നിങ്ങൾ കൂടെ വായിക്കുക. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ബൈബിളില്ല, നിങ്ങളുടെ ഫോണിലാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഈ ഒരു ടോക്ക് കഴിഞ്ഞ പാടെ ഈ വചനം ഒന്ന് വായിക്കണം കേട്ടോ. യേശയ്യാ 53, 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ അച്ഛൻ വായിക്കാം. നിങ്ങൾ ബൈബിൾ ഉള്ളവർ കൂടെ വായിക്കാം. അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു, എങ്കിലും അവൻ ഉരിയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്രിക്കുന്നവരുടെ മുൻപിൽ നിൽക്കുന്ന ചെമ്പരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു. മർദ്ദനത്തിനും ശിക്ഷാവിധിക്കും അധീനനായി അവൻ എടുക്കപ്പെട്ടു. എൻ്റെ ജനത്തിൻ്റെ പാപം നിമിത്തമാണ് അവൻ പീഡനമേറ്റ് ജീവിക്കുന്നവരുടെ ഇടയിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടതെന്ന് അവൻ്റെ തലമുറയിൽ ആര് കരുതി? അവൻ ഒരതിക്രമവും ചെയ്തില്ല, അവൻ്റെ വായിൽ നിന്ന് വഞ്ചന പുറപ്പെട്ടുമില്ല. എന്നിട്ടും ദുഷ്ടരുടെയും ധനികരുടെയും ഇടയിൽ അവൻ സംസ്കരിക്കപ്പെട്ടു. അവന് ക്ഷതമേൽക്കണമെന്നത് കർത്താവിൻ്റെ ഹിതമായിരുന്നു. അവിടുന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. പാപപരിഹാര ബലിയായി തന്നെ അർപ്പിക്കുമ്പോൾ അവൻ തൻ്റെ സന്തതി പരമ്പരയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ ഹിതം അവനിലൂടെ നിറവേറുകയും ചെയ്യും. തൻ്റെ കഠിനവേദനയുടെ ഫലം കണ്ടവൻ അവർ സംതൃപ്തനാകും. നീതിമാനായ എൻ്റെ ദാസൻ തൻ്റെ ജ്ഞാനത്താൽ അനേകരെ നീതിമാന്മാരാക്കും. അവൻ അവരുടെ തിന്മകളെ വഹിക്കുകയും ചെയ്യും. മഹാന്മാരോടൊപ്പം ഞാൻ അവന് അവകാശം കൊടുക്കും. ശക്തന്മാരുടെ കൂടെ അവൻ കൊള്ളമുതൽ പങ്കിടും. എന്തെന്നാൽ അവൻ തൻ്റെ ജീവനെ മരണത്തിലേൽപ്പിച്ചു കൊടുക്കുകയും പാപികളുടെ കൂടെ എണ്ണപ്പെടുകയും ചെയ്തു. എന്നിട്ടും അനേകരുടെ പാപഭാരം അവൻ പേറി അതിക്രമങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോ അനുഭവിച്ച വേദനകളുടെ ഒരു മിനി ഫോമാണ് നമ്മളവിടെ വായിക്കുക. നാളെ പെസഹ തിരുനാളാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ വളരെയധികം ശ്രേഷ്ഠമായ 3 ദിവസങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മളിങ്ങനെ പറയുന്നത് ഈസ്റ്റർ ത്രിത്വവും, ഈസ്റ്ററിൻ്റെ 3 പ്രധാനപ്പെട്ട ദിവസങ്ങൾ, പെസഹായും ദുഃഖവെള്ളിയും ദുഃഖശനിയും, ഓഫ് കോഴ്സ് ഈസ്റ്ററിൻ്റെ ദിവസങ്ങളും. വരുന്ന ദിവസങ്ങളിലൊക്കെ നിങ്ങൾ കൂടുതൽ ഒന്ന് വിശുദ്ധിയിലായിരിക്കാൻ വേണ്ടി ഒന്ന് പരിശ്രമിക്കണേ. നമുക്ക് ഒത്തിരി തിരക്കുകളുണ്ട്. പക്ഷേ ആ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് വരുന്ന 3 ദിവസങ്ങളിൽ കൂടുതലൊന്ന് ഈശോയുടെ അടുത്തിരിക്കാൻ, ധ്യാനിക്കാനൊക്കെ, പ്രാർത്ഥിക്കാനൊക്കെ ശ്രമിക്കണം. യോഹന്നാൻ 13 മുതൽ 17 വരെയുള്ള അധ്യായം നാളെ പെസഹ വ്യാഴാഴ്ച നിർബന്ധമായിട്ടൊന്ന് വായിക്കണം. ഞാൻ നിങ്ങളോട് നേരത്തെ പരിചയപ്പെടുത്തിയിട്ടില്ലേ ഒരു പുസ്തകം, ഇൻസിനു യേസു, വൈദികർക്കൊക്കെ മേടിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞൊരു പുസ്തകം. ആ പുസ്തകത്തിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് വ്യാഴാഴ്ചകളിലെ വൈദികർ ആരാധനയ്ക്ക് ഇരിക്കണമെന്ന്. അപ്പോൾ വൈദികരോട് മാത്രമായിട്ടല്ല,
നമ്മളെല്ലാവരോടുമായിട്ട് ഈശോ പറയുന്ന ഒരു കാര്യമാണ് വ്യാഴാഴ്ചകളിൽ ആരാധനയ്ക്ക് ഇരിക്കുക. എന്നിട്ട് ഈശോ ഈ പുസ്തകത്തിൽ തന്നെ ഈ വൈദികന്, ഈ ബെനഡിക്റ്റിയൻ സന്യാസിക്ക് കൊടുക്കുന്ന ഒരു നിർദ്ദേശമാണ് എല്ലാ വ്യാഴാഴ്ചകളിലും യോഹന്നാൻ 13 മുതൽ 17 വരെയുള്ള അധ്യായങ്ങൾ വായിക്കുക. ആൻഡ് നമുക്ക് ഏറ്റവും നന്നായിട്ട് അത് വായിക്കാൻ പറ്റുന്ന ദിവസം നാളെ പെസഹ വ്യാഴമാണ്. യോഹന്നാൻ 13 മുതൽ 17 വരെയുള്ള അധ്യായങ്ങൾ നിങ്ങൾ വായിക്കുക. നാളെ വിശുദ്ധ ബലി നിങ്ങൾ മുടക്കരുത്. നാളെ പെസഹായിക്ക് നിങ്ങളുടെ വീടുകളിൽ, പള്ളികളിലും ഒക്കെ ശുശ്രൂഷകളൊക്കെ ഉണ്ടാവും. നാളെ വൈകുന്നേരം 9 മണിക്ക് ഈ ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കെടുക്കാൻ വേണ്ടിയിട്ടും കൂടെ ഒന്ന് പരിശ്രമിക്കണം. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. നാളെ പ്രത്യേകിച്ച് വൈദികർക്ക് വേണ്ടി പ്രത്യേകം ഒന്ന് പ്രാർത്ഥിക്കേണ്ട ദിവസമാണ് പെസഹ വ്യാഴാഴ്ച. ഈശോ പൗരോഹിത്യം സ്ഥാപിച്ച ദിവസമാണ്. നിങ്ങൾ എന്നെയും കൂടെ ഒന്ന് ഓർത്തേക്കണേ. ഓർക്കുന്നുണ്ടെന്ന് അറിയാം. നാളെ പ്രത്യേകിച്ച് നിങ്ങൾ കുർബാന അർപ്പിക്കാൻ പോകുമ്പോൾ എനിക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാ വൈദികർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് നമുക്ക് തന്ന വലിയ സ്നേഹത്തിന്, ഈശോ നമുക്ക് വേണ്ടി പാടുപീടുകൾ സഹിച്ചതിന്, ആ വേദനകളിലൂടെയൊക്കെ നമ്മളെ വീണ്ടെടുത്തതിന് നമുക്ക് നന്ദി പറയാം. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളെല്ലാവരെയും അങ്ങയുടെ വിശുദ്ധ കുരിശാൽ, അങ്ങയുടെ തിരു രക്തത്താൽ, അങ്ങയുടെ വലിയ സ്നേഹത്താൽ വീണ്ടെടുത്തു. ഈശോയുടെ കൃപ നിറയട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.